ഒന്നാമത്തത് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സബർ എന്നുള്ളതാണ്, ക്ഷമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനീ ദഅവത്തുമായി പ്രബോധനവുമായി മുന്നോട്ട് വന്നപ്പോൾ തന്റെ ദൗത്യ നിർവഹണത്തിന് പൂമാലയിട്ട് സ്വീകരിക്കാൻ യൂണിറ്റുകളും ഗ്രാമങ്ങളും ഉണ്ടായിരുന്നില്ല. എത്രമാത്രം പീഡനങ്ങളായിരുന്നു മക്കയുടെ മണ്ണിൽ ഉണ്ടായിരുന്നത്. തന്റെ ഇഷ്ടക്കാരായ സ്വഹാബിമാരെ നിഷ്ഠൂരമായി കൊന്നുകളയുന്ന ഒരു കാലം അവിടത്തേക്കുണ്ടായില്ലേ? തന്റെ ഭാര്യമാർക്കെതിരെ അസഭ്യങ്ങൾ വിളിച്ചു പറയാനും തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ശത്രുക്കൾ മദീനയിൽ നിന്നടക്കമുണ്ടായില്ലേ? ആലോചിച്ച് നോക്കിയേ, എത്ര കാലമാണ് പട്ടിണി കിടക്കേണ്ടി വന്നത്. 10 ദിവസം മുന്നേ അറുത്ത ഒട്ടകത്തിന്റെ പല ഭാഗങ്ങളും എടുത്തിട്ട് സുജൂദിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തല ഉയർത്താൻ കഴിയാത്ത വിധം ശത്രുക്കൾ അതെല്ലാം വാരിക്കോരി അവിടുത്തെ മുതുകിൽ, ഷറഫാക്കപ്പെട്ട മുതുകിൽ ഇട്ടിട്ടില്ലേ? ഭ്രാന്തൻ എന്ന് കേൾക്കേണ്ടി വന്നിട്ടില്ലേ? ആര്? ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനായ നേതാവാണ് ലോകത്തെ ഏറ്റവും വൃത്തികെട്ട തെറിയായ ഭ്രാന്തൻ എന്ന് കേൾക്കേണ്ടി വന്നത്. 25-ലധികം തവണ വധശ്രമം നടന്നില്ലേ? ഉണ്ട്. അനുയായികൾ മുഴുവൻ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെട്ടില്ലേ? ഉണ്ട്. അതിനെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? ക്ഷമയോടുകൂടി ആ കാലത്തെ മുഴുവനും അതിജയിച്ചപ്പോൾ ഇസ്ലാം പടർന്ന് പന്തലിച്ചു. മൂമിൻ കമ്മ്യൂണിറ്റിക്ക്, ഇസ്ലാമിക കമ്മ്യൂണിറ്റിക്ക് കാലം ഏത് കാലത്തായാലും ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇന്നത്തെ പലസ്തീനിനേക്കാൾ ക്രൂരമായ പീഡനങ്ങൾ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേര് ഒന്നിക്കിൽ ഫലസ്തീനായിരിക്കും, അല്ലെങ്കിൽ വഖഫായിരിക്കും. എന്ത് പേരിലാണെങ്കിലും അപ്പോഴെല്ലാം നമ്മൾ ആരെങ്കിലും തെറി വിളിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയുധ പ്രകടനങ്ങൾ നടത്താനോ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങളെ മുഴുവനും കൈകാര്യം ചെയ്തപ്പോൾ, ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്തപ്പോൾ വൽ ആഖിബത്തുൽ മുത്തഖീൻ എന്ന പ്രയോഗം അന്വർത്ഥമാക്കും ജീവിതമായിരുന്നു അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചത്.